ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ട്രിപ്പിൾസ് ഗെയിമിംഗ് ഈസ് ബാക്ക് ഗൈസ്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ മാസവും ഞാൻ വന്ന് പറഞ്ഞിട്ട് പോകണം. ഇപ്പോൾ വന്നു എനിക്കൊരു വ്യൂസ് ഇല്ലാതെയായിപ്പോയി, എനിക്കൊരു വിലയില്ലാതെയായിപ്പോയി. സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് മിനി മിൽഷ്യ. സോ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊന്നും യാതൊരു അറിവുമില്ല. എൻ്റെ പേര് ഷാജി പാപ്പൻ എന്നാണ് മച്ചാൻ. ഇതിൻ്റെ അകത്ത് ഷാജി പാപ്പൻ, പട്ട പാപ്പ, ഷാജി പാപ്പ, പോകുമ്പോൾ ചീറിപ്പോവും, ബാക്കി അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഫൈനലി പാപ്പൻ ഈസ് ഓൺ ട്രാക്ക് മച്ചാൻ. ഇന്ന് നിന്നെയൊക്കെ അടിച്ച് വിടൂടാ പടയപ്പ. അയ്യോ ആദ്യം തന്നെ വെടി കിട്ടി. ഞാൻ കറങ്ങി തിരിഞ്ഞ് വരും പാപ്പ. അയ്യോ ഇത് രണ്ട് ടീമായിട്ടാണ് മച്ചാനെ കളിക്കുന്നത്. എന്തായാലും നമ്മൾ ടീം തന്നെ ജയിക്കും. കാരണം ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം. അത് നിങ്ങൾ നോക്കുക. വന്നൊന്ന് വെടിവെക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പൻ നാണക്കേടാണ് ഗൈസ്. ഇത്രയും കാലമായിട്ട് വെടിവെക്കാൻ പോലും അറിയില്ല. ഇതെങ്ങനെ ഇങ്ങനെ? എനിക്കാണെങ്കിൽ ഒരു വെടി പോലും കൊള്ളണമില്ല. ഞാൻ കൊടുക്കണോട്ട് കിട്ടണമില്ല. അവനെ തട്ടി കഴിച്ച് ഞാൻ തട്ടി അവൻ. എടാ നിങ്ങൾ നോക്ക്, ഞാൻ പറയും എന്നെ തട്ടിയവൻ. സ്കോർ ബോർഡാണ്. ഷാജി പാപ്പനാണ് ഞങ്ങളുടെ ടീമിലേറ്റ് ഫസ്റ്റ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു അഹങ്കാരമൊന്നും എനിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഷാജി പാപ്പൻ്റെ അഴിഞ്ഞാട്ടമാണ് സുഹൃത്തുക്കളെ. നിങ്ങളിത് കാണുക. വൈ ദിസ് മാൻ ഹീസ് കോൾഡ് ഷാജി പാപ്പൻ. പാപ്പൻ ഇത് തൂക്കോടാ. അയ്യോ പാപ്പനെ തൂക്കി കേസവൻ. ഷാജി പാപ്പൻ തന്നെയാണ് 2 കില്ലുമായി മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ആരെയും തട്ടിയത് ഞാൻ പോലും അറിഞ്ഞില്ല. ആദ്യത്തോൻ തട്ടി ഞാൻ കണ്ടിരുന്നു, രണ്ടാമത്തോൻ ഞാൻ എപ്പോഴാണോ തട്ടിയത്. കൊല്ലാൻ പറ്റില്ലടാ. ഐ വിൽ ബി ബാക്ക്. യു നോ വൺ തിങ് ദാറ്റ് ഐ ആം ഷാജി പാപ്പൻ. വേണ്ട ഇംഗ്ലീഷ് വേണ്ട, അത് നമുക്ക് പറ്റിയ പണിയല്ല. ഇത് പറന്ന് കളിക്കാന്നല്ലാതെ എനിക്ക് വേറെ ഒന്നിനും പറ്റുന്നില്ല. എടാ വീണ്ടും കൊന്നല്ലോ. ഷാജി പാപ്പൻ രണ്ടാമതായി പോയി ഗൈസ്. നമ്മുടെ ടീമിലെ രണ്ടാമത്തെ പ്ലെയറാണ് നമ്മൾ. എനിക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. എങ്ങനെയൊക്കെയോ കളിച്ച് കയറി വരുന്നത് ഇവൻ നമ്മുടെ ടീമിലാണ്. ഈ പച്ച മൊത്തം നമ്മളാണ്, റെഡ് മൊത്തം അവന്മാരാന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ നിന്നെ തട്ടുള്ളൂ. അവനെ തട്ടിയടാ. നിനക്ക് ഷാജി പാപ്പൻ ആരാന്നറിയില്ല. ഇത് പാപ്പൻ കുതുന്ന കൊടിയാ. ഇവിടെ പാപ്പൻ അഴിഞ്ഞാടും, നീ നോക്കിക്കോ. അയ്യോ എൻ്റെ ടീം മറന്നില്ലേ വെച്ചേ. ഇപ്പം ഞാൻ അവന് ഒരല്പം മര്യാദ എനിക്ക് തരാം. ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വീണ്ടും കളാം. എടാ എനിക്ക് ഇങ്ങനെ തന്നെ വേണം. ആകെ ഒരു 3 പേരെ ഞാൻ ആകെ തട്ടിയിട്ടുള്ളൂ. ഞാൻ ഈ ന്യൂബുകളുടെ കൂടെ കളിച്ച് മടുത്തു. എനിക്ക് സപ്പോർട്ടിനായിട്ടൊരു ടീമില്ല. അതാണ് പ്രശ്നം. അല്ലാതെ എനിക്ക് കളിക്കാറിയാൻ പറഞ്ഞിട്ടല്ല. ഐ നോ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ കളിച്ച് പ്രോ ആയതാണ്. സോ അത് നിങ്ങൾക്ക് തികച്ചും സ്വാഭാവികമായി തോന്നുന്നതാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നത്. എൻ്റെ കളി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കും ഇതിനു മുമ്പ് വർഷങ്ങളോളം കളിച്ച് പ്രാക്ടീസ് ചെയ്തതാണ്. അല്ലേ അതെ. എൻ്റെ ബാക്കിലായിട്ടൊരു പച്ച സാധനം നിങ്ങൾ കണ്ടു. അതിൻ്റെ അകത്ത് പോയാൽ നമ്മൾ വിഷം കുടിച്ച് ചാവുന്നതിന് തുല്യമാണ് ഗൈസ്. അതൊരു വിഷപ്പുകയാണ്. ഞാൻ അവിടെ ചെന്ന് 2-3 വട്ടം ഒന്ന് കയറിയതാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതൊരു തോക്കാണ്. ഇത് ഫയർ. എടാ ഇതിനെ വെടി വെക്കാനെങ്കിലും ഒന്ന് സമ്മതിക്കാം. എടാ ഇത് എന്നെ സംഭവമായ ഫസ്റ്റ് നിന്ന് ഞാൻ ലാസ്റ്റ് എത്തി. നോക്ക് അവനെന്നെ തട്ടി. ഇവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പേര് ഞാൻ മറന്നുപോയി. ഇവനെന്നെ എൻ്റെ ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ടീം തന്നെ എന്നെ വിഷപ്പുകയ്ക്കകത്തേക്ക് തള്ളിയിട്ടു. ഇവനൊക്കെ എന്നെ ചെയ്യേണ്ടി. ഇവനൊന്നും കളിക്കാൻ പോലും അറിയാൻ പാടില്ലാത്തവനെയൊക്കെ പിടിച്ച് എൻ്റെ ടീമിൽ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ കളി മികവ് കാണിക്കും? ഓ മൈ ഗോഡ് ബോ. തീർന്നു അഞ്ജനയ സ്വാമി. എന്തോ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കാൻ. ഞാൻ ഇതിനു മുമ്പ് മര്യാദയ്ക്ക് നന്നായിട്ട് കളിച്ചുകൊണ്ട് നിന്നൊരു നല്ല പ്ലെയറാണ്. ഇനി ആ പോക്കകത്തേക്ക് വീടാ നീ പോയി. ഒന്നാതെ കളിക്കാൻ അറിയാൻ പാടാതെ ഇവിടെ നാണം കിട്ടി നാട് നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നിനക്ക് അതാണ് അത്രേ ഉള്ളൂ. ഇവന്മാരൊക്കെ ഇത്രേ ഉള്ളൂ. അവന് ഞാനൊന്ന് തട്ടി നൈസിന്. അവൻ്റെ പേരെന്താ? ന്യൂബി 3586. എടാ നീയൊക്കെ ആരാണ് എന്താണ്? എനിക്കൊരു പ്രശ്നമില്ല. നിന്നെ ഞാൻ തട്ടൂടാ മോനെ. അയ്യോടോ അവനെ ഞാൻ തട്ടിയായിരുന്നു. അവന് ഞാൻ ഒരുമിച്ചാണ് ചത്തത്. ഓക്കെ, യു നോ ഗൈസ്, ചത്താലും വേണ്ടില്ല, ഞാൻ അവനെയും തട്ടും. ഇപ്പോഴല്ലേ അങ്ങോട്ട് ട്രാക്കിലെത്തിയത്. ഇനിയാണ് മച്ചാനെ നീ നമ്മുടെ കളി കാണാൻ പോണത്. ഇപ്പോൾ കളി തീരാറ്. ഇനി 2.5 മിനിറ്റ് കൂടി നമുക്കിവിടെ കളിക്കാനായിട്ടൊരു അവസരമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ടൈമറൊക്കെ ഉണ്ട് ഗൈസ്. അതേ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ മണ്ടറാ. ഇതെന്നെ സാധനമോ? അയ്യോ എന്തോ ഒരു സാധനം റൗണ്ടിൽ പറന്നു പോകുന്നു. ഇതിൻ്റെയൊക്കെ പേരെന്താണാവോ? പറ്റുന്നില്ല. നമുക്ക് പറ്റിയ പണിയല്ല ഇത്. വേറെ വല്ല ഗെയിം കളിക്കടാ. അയ്യോ നമ്മുടെ ടീമിന് മുട്ടയാണ് ഗൈസ്. അവന്മാർക്ക് 2 ഉണ്ട്. അവന്മാർ ആകെ 2 പേരേ ഉള്ളൂ. ഒരുത്തരെങ്ങാണ്ട് ലെഫ്റ്റായി പോയി ഇതിൻ്റെ അകത്തുനിന്ന്. എൻ്റെ ഈ പ്രൊഫഷണലിസം കണ്ടിട്ടായിരിക്കും അവന്മാർ ഇറങ്ങി ഓടിയത്. മഞ്ഞാടിയാറിൻ്റെ പുറകിൽ പോകുന്നു ഷാജി പാപ്പൻ. ഈസ് ഓൺ ദ വേ. മക്കളെ തീർക്കോടാ, നിന്നെ തീർക്കും ഞാൻ.
അയ്യോ അമ്മേ അയ്യോ എന്നെ തന്നെ തട്ടി. എടാ ആ മന്നാടിയാർന്ന് പറയുന്നവൻ കൊള്ളൻ്റെ വെടിയുണ്ടയാണ് ഞാൻ പോയി ഏറ്റുവാങ്ങിയത്. ഞാൻ ടീംമേറ്റിനെ രക്ഷിച്ചതാണ് ഗൈസ്, രക്ഷിച്ചതാണ്. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് കളിക്കറിയില്ലെന്ന്. അമ്മേ റീസ്പോണായി. അയ്യോ അവിടെ ആ പച്ച സാധനമുണ്ട്. അമ്മേ ഇപ്പോൾ എൻ്റെ പറക്കണ ശക്തി തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഞ്ചി വായി ചെന്ന് കയറാം അവൻ്റെ വായിൽ. ഓക്കെ നമ്മൾ താഴേക്ക് പോകുന്നു. അയ്യോ അവിടെ ഉണ്ടത്. അയ്യോ പച്ച സാധനം. അയ്യോ എൻ്റെ പറക്കാനുള്ള കഴിവ് തീർന്നാ എൻ്റെ ഹെൽത്തും പോയി. അപ്പോൾ പറക്കാനുള്ള സാധനം അവിടെ നിന്ന് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എൻ്റെ പറക്കാനുള്ള ശക്തി കഴിഞ്ഞു. അല്ല റീസ്റ്റോർ ആവുന്നുണ്ട്. 3 വെടിയൊക്കെ ഒരുമിച്ച് കൊണ്ടു തോക്ക്. ഇതൊക്കെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത്? എനിക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കാനുള്ള കഴിവില്ല. അമ്മേ ബോംബ് പൊട്ടിയത് എന്നടാ, എല്ലാ ബോംബും എൻ്റെ നെഞ്ചത്തോട്ട് വരുന്നത് എല്ലാം കൂടെ. നോക്ക് 5 പേരെ ഞാൻ തട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങോട്ട് കളിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രൊഫഷണലിസം എനിക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്താണാവോ? നിനക്ക് ഈ ട്രിപ്പിൾ ഗെയിംസ് ആരാന്ന് ട്രിപ്പിൾ ഗെയിമിങ് ആരാന്ന് അറിയില്ല നിനക്ക്? ട്രിപ്പിൾ ഗെയിംസ് ഒന്നും എൻ്റെ വായിലും എന്നോട്. അത് പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരാളുടെ ലൈവിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി ട്രിപ്പിൾ ഗെയിംസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വായിലും ട്രിപ്പിൾ ഗെയിംസ് എന്നാണ് പറയുന്നുള്ളൂ. വരുന്നുള്ളൂ. ഞാൻ ഒരു സംഭവം എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുന്നുള്ളൂ. ആ മച്ചാനെ നിന്നെ എനിക്ക് അവസരം കിട്ടുള്ളൂ. ഈ കളി ഞാൻ അവനും ചത്തു ഞാനും ചത്തു. സോറി ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് 30 സെക്കൻഡ്സ് എനിക്ക് റെക്കോർഡാക്കാൻ പറ്റിയില്ല. റെക്കോർഡൊക്കെ ഓഫായി പോയത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അവിടെ കിടന്ന് ലോക കളിയായിരുന്നു മച്ചാനെ. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ആക്കുകയാണ്. നമുക്കൊരു എൻഡിങ് കിട്ടിയില്ല. എന്നാലും സാരമില്ല. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ.